ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നാൽ എന്ത് നേടാനാ? എന്റെ മോനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അച്ഛനെ കാണാൻ മോൻ ആഗ്രഹമില്ലെങ്കിലോ? എന്ന് പറഞ്ഞാൽ ബിജു ഇനി ഇങ്ങോട്ട് വരികയില്ല. എന്ത്? ബിജു വരികയില്ലെന്നോ? നീ അവനെ കണ്ടു മോനെ? കണ്ടു. ഞാൻ അവനെ കാല് പിടിച്ചു. അവനെ ഗംഗാന്റെ രക്ഷകനായിരിക്കുക. നീ കള്ളം പറയുകയാണ്. നീ അവനെ കണ്ടില്ല. ആശ്വസിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വിശ്വസിപ്പിക്കാനാണ് പ്രയാസം. ഞാൻ പറയുന്ന സത്യമാണ്. ബിജുവും ഗംഗാനും പോലീസിന്റെ വലയെ കുടുങ്ങിയതാ. എന്നാൽ അവൻ ഗംഗാനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇംപോസിബിൾ. മോഹൻ, അല്ലെങ്കിലും അവനുടെ വരുന്നത് നിനക്കിഷ്ടമില്ലെന്ന് എനിക്കറിയാം. അച്ഛാ. അതെ, അവനും ചിലതൊക്കെ അറിയാം. മറ്റാർക്കും അത് മനസ്സിലാവില്ലെന്ന് ധരിക്കരുത്. ആവശ്യത്തിന് തെളിവുകളില്ലെന്ന് മാത്രം. എക്കാലവും എല്ലാവരുടെയും കണ്ണിൽ മണ്ണാവെന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും കാരണക്കാരൻ നീയാണ്. ഞാൻ എന്ത് ചെയ്യുന്ന? നീ ചെയ്തതോ? ഗംഗാധരന്റെ ഭാര്യ നശിപ്പിച്ചത് നീയാണ്. അതേടാ, ആ ദിവസം നിന്നെ അവിടെ വെച്ച് കണ്ടത് ബിജുവാണ്. നിനക്ക് എന്റെ കുഞ്ഞിനോട് ആ വൈരാഗ്യമുണ്ട്. അച്ഛന് ചില സമയത്ത് കണ്ണും മൂക്കും കാണില്ല. എന്ത് പറയണമെന്നറിയില്ല. എല്ലാം അറിഞ്ഞോണ്ട് തന്നെയാ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് അമ്മയെ വിശ്വസിച്ചോ? തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ശരിയാണ്, ചേട്ടൻ തെറ്റ് ചെയ്തു. നിങ്ങളുടെ മോനെ കൊണ്ടുവരാൻ പോയ തെറ്റ്, നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ പോയ തെറ്റ്. നീ എന്ത് പറഞ്ഞടി? എന്റെ ഭർത്താവോ? അപ്പൊ എന്റെ മോനും ഭർത്താവും നിനക്ക് ആരുമല്ല അല്ലേടി? നീ വരുന്നുണ്ടോ? എവിടെ? നരകത്തിലേക്ക്. അതോ നിന്റെ അച്ഛന്മാരൊക്കെ നീ വിശ്വസിച്ചോ? ഇങ്ങ വരണ്ട. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. പോകുന്നു. അവസാനം ഭാര്യയും ഭർത്താവും എന്റെ കയ്യിൽ കുടുങ്ങി. കൊള്ളാം. ഗംഗാൻ, നിന്റെ ഭാര്യയെ നശിപ്പിച്ചത് ഞാനാണെന്നല്ലേ നീ വിശ്വസിക്കുന്നത്? ഇതാ, ഞങ്ങൾ എന്ത് വേണം ചെയ്തോളൂ, പക്ഷെ ബിജുവിനെ വിട്ടു തരണം. രക്ഷപ്പെടാനുള്ള ഏറ്റവും പുതിയ ഇടവാണിത്. പക്ഷെ അത് പ്രയോഗിച്ച സ്ഥലം തെറ്റിപ്പോയി. മോഹൻ, സിംഹം ഇര തേടി നടക്കാറുണ്ട്, പക്ഷേ ഇര സിംഹത്തെ തേടാറില്ല. മോഹൻ, നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി അരിഞ്ഞുറക്കും. അതിനു മുമ്പ് നിന്റെ ഭാര്യയുണ്ടല്ലോ, ഇവൾ ചാമ്പരാവുന്നു നീ കാണണം. നീ മാത്രമല്ല, എന്റെ നിർമ്മലയെ രക്ഷിക്കാൻ ഒരു നിമിഷം തരാത്ത ആ കമ്മീഷനുണ്ടല്ലോ, അവനും ഇത് കാണണം. ഭദ്രൻ, ഞാനിപ്പോ വരാം. ഹലോ കമ്മീഷണർ, നിന്റെ മകളും മരുമകനും ഇപ്പോഴെന്റെ അടുത്തുണ്ട്. അവരെ ജീവനോടെ നിനക്ക് കിട്ടണമെങ്കിൽ നീ എന്റെ അടുത്ത് വരണം. പക്ഷെ ഒരു കാര്യം, നീ അണിഞ്ഞിരിക്കുന്ന നിയമത്തിന്റെ നാറിയ കോട്ടുണ്ടല്ലോ, അത് ഊരി എറിഞ്ഞിട്ട് വരാവൂ. വെറും തമ്പിയായി. ചേച്ചി. ചേച്ചിയോ? ആരുടെ? കൊള്ളക്കാർക്ക് കൂട്ടുനിന്ന നിന്റെ?
എടാ, നിന്നെ എന്ത് ചെയ്തിട്ടാണ് നീ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? അച്ഛനെയും അമ്മയെയും ഞങ്ങളെയും നീ എന്തിനിങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നു? അച്ഛനല്ലേ എന്നെ പോലീസിൽ പിടിപ്പിക്കുമെന്ന് പറഞ്ഞത്? എന്റെ കൂട്ടുകാരൻ രതീഷിനെ അച്ഛനല്ലേ വെടിവെച്ചു കൊന്നത്? രതീഷിനെ കൊന്നത് നിന്റെ അച്ഛനല്ല ബിജു, ഒരു കൊള്ളക്കാരനാ. ഞാൻ കണ്ടതാണ്. 1,00,000 രൂപ കൊടുത്ത് എന്നെ മോചിപ്പിക്കുന്നതിന് പകരം അച്ഛൻ രേഖയുടെ കല്യാണം നടത്താൻ നോക്കിയതോ? അത് അതുകൊണ്ട് ഞാൻ തന്നെയാണ് ആ രൂപ മോഷിച്ചത്. എന്ത്? ആ രൂപ മോഷിച്ചത് നീയാണോ? എന്റെ ദൈവമേ! അതുകൊണ്ട് സംഭവിച്ചെന്താണെന്ന് നിനക്കറിയോടാ? കല്യാണം മുടങ്ങി അവമാനം സഹിക്കാഞ്ഞ് രേഖ ആത്മഹത്യ ചെയ്തു. രേഖ മരിച്ചോ? അതെ, ഇനിയിപ്പോ ഞങ്ങളും മരിക്കാൻ തയ്യാറാണ്. ഇനിയെങ്കിലും നീ വീട്ടിലേക്ക് തിരിച്ചു പോ. അപ്പോ അച്ഛൻ എന്നോട് പിണക്കമില്ലേ? എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കില്ലേ? ഇല്ല മോനെ, ഒരിക്കലും ഇല്ല. നീ എപ്പോ തിരിച്ചു വരുമെന്ന് അച്ഛൻ കാത്തു കാത്തു കഴിയുകയാണ്. നീ ഇനിയെങ്കിലും തിരിച്ചു പോയില്ലെങ്കിൽ ഒരുപക്ഷെ നിനക്ക് അച്ഛനെ ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് വരും. നേരാണ് ചേച്ചി. അതെ മോനെ. ഇല്ല, അച്ഛനൊന്നും സംഭവിക്കരുത്. വരും ചേച്ചി, നമുക്ക് പോകാം. രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒന്നു കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഗംഗേട്ടാ! സത്യം പറയൂ, നീ ആ പോലീസുകാരനല്ലേ? പറയൂ. അല്ല, ഞാൻ പോലീസല്ല, വേഷം കെട്ടിയതാണ് വയറ്റിപ്പഴപ്പിന് വേണ്ടി. കൂലിക്ക് വേഷം കിട്ടിയെന്നോ? ആര് പറഞ്ഞിട്ടാ? പറയൂ. എന്നെ പോലീസ് വേഷം കെട്ടിച്ചത് എന്ത് സംഭവിച്ചു? നിർമ്മലയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഓടിയപ്പോ 2 പോലീസുകാരനെ തടഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിലൊരുത്തരാണിവൻ. ഇവൻ പോലീസല്ലായിരുന്നു. ആരും ഇവനെ കൂലിക്ക് വേഷം കെട്ടിച്ചാണ്. അതെന്തിനാണെന്ന് അവൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവനെ ആരും വെടിവെച്ചു കൊന്നു. വെടിവെച്ചത് ആരായാലും അധിക ദൂരം പോയിരിക്കാൻ ഇടയില്ല. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അവനെ ഞാൻ കൊന്നില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാ പ്ലാനുകളും തകർന്നേനെ. അന്ന് നമ്മളാണ് അവനെ പോലീസ് സ്റ്റേഷൻ കെട്ടിച്ചെന്ന് അവൻ പറയാൻ തുടങ്ങുകയായിരുന്നു. ഗംഗാധരനെ നമ്മളെ സംശയമുണ്ടോ? ഇതുവരെ ഇല്ലെന്ന് തോന്നുന്നു. ഏതായാലും ഇനി ഈ നാടകം കൂടുതൽ നടക്കുകയില്ല. ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അവന്റെ ഭാര്യയെ നശിപ്പിച്ചത് ഞാനാണെന്ന് അവൻ അറിഞ്ഞാൽ പിന്നെ തലയുണ്ടാവില്ല. മേനോൻ സാറിന് ഉടനെ വിവരം അറിയിക്കണം.